അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന നിർമ്മാണ ജോലികൾ വരുന്ന ജൂണിനകം പൂർത്തിയാകുമെന്നും അതോടെ യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യങ്ങൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ലഭ്യമാകുമെന്നും ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു അദ്ദേഹം. റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ നിവേദനം സേവ്യർ ചിറ്റിലപ്പിള്ളി MLA കൈമാറി. സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രവേശന കവാടം ഒരുക്കണമെന്നും അവിടുത്തെ കാട്ടിലങ്ങാടി റോഡിൽ നിന്നുള്ളവർക്ക് കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാന പാതയിലെത്താൻ സൌകര്യം ഒരുക്കണമെന്നുമുള്ള MLAയുടെ ആവശ്യത്തോട് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ജനറൽ മാനേജർ മറുപടി നൽകി. ചരൽപ്പറമ്പ് നിവാസികൾക്ക് റെയിൽവേ സ്റ്റേഷൻ മറികടന്ന് സംസ്ഥാന പാതയിലെത്താൻ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ റെയിൽവേയുടെ ജനറൽ മാനേജർ അല്പസമയത്തിനകം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. അദ്ദേഹം നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ വിസിറ്റ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വടക്കാഞ്ചേരിയിലും എത്തിച്ചേർന്നത്. വടക്കാഞ്ചേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങൾ ജൂൺ മാസത്തോടുകൂടി പൂർത്തിയാക്കും എന്നാണ് അദ്ദേഹം നൽകിയ ഉറപ്പ്. ബഹുമാനപ്പെട്ട MPയുടെ നിവേദനം നേരിൽ കൊടുത്തിരുന്നു. നേരത്തെ MLA എന്ന രീതിയിൽ നിവേദനങ്ങൾ മെയിൽ ചെയ്തിരുന്നു. അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മൾ ഉന്നയിച്ചിരുന്നത്. ഒന്ന്, ഈ പ്രവൃത്തിയുടെ ഭാഗമായി തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതുപോലെ തന്നെ അപ്പർ ക്ലാസ് യാത്രക്കാർക്കൊക്കെ തന്നെ പ്രത്യേകം വെയിറ്റിംഗ് റൂമുകൾ ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തി നിർമ്മിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഫുട് ഓവർ ബ്രിഡ്ജ് എന്നുള്ള നിർദ്ദേശം നമ്മൾ ഒരു സെക്കൻഡ് എൻട്രി എന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരുടെ എണ്ണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ അത് പരിഗണിക്കുന്നതിന് പ്രയാസമാവും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം നമുക്ക് രണ്ട് റോഡുകളെ, പ്രത്യേകിച്ച് അപ്പുറത്തിപ്പുറത്തുള്ള PWD റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഫുട് ഓവർ ബ്രിഡ്ജിനെ സംബന്ധിച്ച് ആലോചിക്കാം എന്ന രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തിയത്. തീർച്ചയായും നേരത്തെ നിയമസഭയ്ക്കകത്ത് സബ്മിഷനായിട്ടും മറ്റൊക്കെ തന്നെ ഈ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. നിശ്ചിത അളവിൽ യാത്രക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയൂ എന്നാണ് അന്ന് സൂചിപ്പിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട MP ശ്രീ K രാധാകൃഷ്ണൻ അദ്ദേഹം നിരന്തരമായി നടത്തുന്ന ഇടപെടൽ കൂടി ചേരുമ്പോൾ നമുക്ക് ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ച് ലഭിക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഫേസ് എന്ന രീതിയിലുള്ള ഒരു പ്രപ്പോസൽ കൂടി കൊടുക്കണം എന്ന നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്.